അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളായി ഞങ്ങളെ ഖൽബുകളെ നീ മാറ്റണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഖൽബുകൾ ഏത് ഖൽബുകളാണ്? മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളാണ് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുക. അല്ലാഹുവേ ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരില് കുടുംബങ്ങൾ തമ്മില്, ബാപ്പയും മക്കളും തമ്മില്, അമ്മായും നാത്തൂന്മാരും തമ്മില്, മരുമക്കളും അമ്മായിമാരും തമ്മില്, ഭർത്താവും ഭാര്യയും തമ്മില്, കൂട്ടുകുടുംബങ്ങൾ തമ്മില്, അയൽവാസികൾ തമ്മില് ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പോലും പരസ്പരം ഐക്യമില്ലാതെ അനൈക്യം നൽകി അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കി അവർക്കിടയിൽ വെറുപ്പുണ്ടാക്കി ജീവിക്കുന്ന സാഹചര്യത്തെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. എല്ലാ ദിവസവും മദനിയത്തിലെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുമ്പോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, മദനിയത്തിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ഒരു മഹാപണ്ഡിതൻ, ഒരു സൂഫിയായ, ഒരു നല്ല മനസ്സുള്ള, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത നല്ല പളുങ്ക് പോലത്തെ ഒരു ഉസ്താദ്. ആ ഉസ്താദിന്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തൊരു ഈമാനാണ്, എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആവേശമാണ്. ആ ഉസ്താദ് നമ്മുടെ കൂടെ ഇന്നലെ രാത്രിയിലും ഹദ്ദാദ് റാത്തീബ് ചൊല്ലി ദുആ ചെയ്യുമ്പോ നമ്മുടെ കൂടെ ആമീൻ പറയാൻ ആ ബഹുമാനപ്പെട്ട കാർത്തിക പള്ളിയിലെ മൊയ്ദ് ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഉസ്താദ് നമ്മുടെ കൂടെയില്ല, 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. ഈ മജ്ലിസിൽ വെച്ചുള്ള ദുആ ഉസ്താദ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഉസ്താദ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തന്റെ ജീവനേക്കാളേറെ ഈ മദനിയ മജ്ലിസിനെ സ്നേഹിച്ച ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാർത്തിക പള്ളി മൊയ്ദ് ഉസ്താദ്. അല്ലാഹുവേ ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഉസ്താദിന് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന എല്ലാം ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. വലിയ സന്തോഷം ഉസ്താദിന്റെ ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഒരു വിഷമവും ഖബറിൽ നീ നൽകല്ലേ അല്ലാഹ്. ഇന്നലെ വരെ ഉസ്താദ് ഈ ഭൂമിയുടെ മുഖത്തുണ്ടായിരുന്നു, ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. ആ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനേ, നീ മണിയറയാക്കണേ അല്ലാഹ്, നീ മണിയറയാക്കണേ അല്ലാഹ്. എത്രത്തോളം മദനിയത്ത് സ്നേഹിച്ചു എന്നറിയുമോ? കോഴിക്കോട് ശൈഖിന്റെ ശൈഖ് എന്ന് പറയുന്ന, ജിഫ്രി ശൈഖ് എന്ന് പറയുന്ന വലിയ മഹാനായ ഒരു സയ്യിദിന്റെ മഖ്ബറയുണ്ട് കോഴിക്കോട് ടൗണിലെ. ആ മഹാനായ ജിഫ്രി തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ വെച്ച് ഒരു ദിവസം മദനിയ പരിപാടി നടക്കുകയാണ്. ആ മഹാനവറുകൾ വലിയ മഹാനാണ്, ടിപ്പു സുൽത്താന്റെ ശൈഖാണ്. അതുപോലെ ടിപ്പു സുൽത്താന്റെ ബാപ്പ ഹൈദർ അലി എന്നവരുടെ ശൈഖാണ്. അതുപോലെ മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ ശൈഖാണ്. അങ്ങനെ വലിയ മഹാൻ. ആ മഹാനവറുകള് വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്. ആ മഹാനവറുകൾ വെള്ളത്തിന് വേണ്ടി ടിപ്പു സുൽത്താന്റെ സംഘത്തിന് കോഴിക്കോട് വരുമ്പോ വിശ്രമിക്കുന്നതിന് വേണ്ടി, വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം ചോദിച്ചപ്പോ കോഴിക്കോട് ഭരിക്കുന്ന സാമൂതിരി ഭരണാധികാരി അതേ ശൈഖിന്റെ അടുത്ത് പോയി വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ശൈഖ് കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് മാനാഞ്ചിറയിലുള്ള വലിയ കുളമുള്ളത്. ഇന്നും ആ കുളത്തിലെ വെള്ളം വറ്റാറില്ല.
ഏത് വേനൽക്കാലത്തിലും ആ കിണറ്റിലെ ആ കുളത്തിലെ വെള്ളം വറ്റാറില്ല. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ആ കുളം ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയ ആഴമുള്ള കുളമല്ല. ആ കുളം അവിടെ കുഴിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ഈ മഹാനായ കോഴിക്കോട് ജിഫ്രി ഹൗസിൽ വിശ്രമിക്കുന്ന ശൈഖ് ജിഫ്രി തങ്ങളവറുകളാണ്. അവരുടെ ഹദ്റത്തിൽ വെച്ച് മദനീയ മജ്ലിസ് നടക്കുകയാണ്. ഞാൻ ആ മദനീയ മജ്ലിസിൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇവിടെ സിയാറത്തിന് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ സിയാറത്തിന് വരണേ. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് ഈ ശൈഖിന്റെ ഹദ്റത്തിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമാണ് എന്ന് ഞാൻ മദനീയത്തിൽ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കാർത്തികപ്പള്ളി മൊയ്ത് ഉസ്താദ് പിറ്റേ ദിവസം തന്നെ അവിടെ സിയാറത്തിനെത്തി. അത്രമാത്രം മദനീയത്തിൽ എന്ത് പറഞ്ഞാലും അത് അപ്പടി സ്വീകരിച്ചിരുന്ന പൊന്നാര ഉസ്താദ്. അല്ലാഹുവേ, ആ ഉസ്താദിന് നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും ഉസ്താദിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും ദുആ ചെയ്യുകയാണ്. സാദാത്ത് തങ്ങള് കർവോൽ എന്ന് പറയുന്ന ഒരു തങ്ങള് വളരെ സീരിയസ് ആയി മംഗലാപുരം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹുവേ, ആ സയ്യിദ് അവറുകൾക്ക് നീ ബോധം തിരിച്ചു കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. എല്ലാ മുറാദുകളും നീ ഹസ്സലാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. എന്ത് നീയത്താണോ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മുത്തുമുഅ്മിനീങ്ങളുടെ ഈ മുത്തുമുഅ്മിനാത്തുകളുടെ ഖൽബിലുള്ളത്, ആ മുറാദുകളെല്ലാം നീ ഹസ്സലാക്കി കൊടുക്കണേ അല്ലാ.